ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അമരയ്ക്ക വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടിയാക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അമരയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ രണ്ട് സൈഡിൽ നാര് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കണം. ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ നമുക്ക് കൈവച്ച് വലിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മസാലാസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ നേർത്തിട്ട് ചെരിഞ്ഞിട്ട് വേണം, ഇതുപോലെ സ്ലാൻറ്റിങ് ആയിട്ട് വേണം കട്ട് ചെയ്താൽ. നേർങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ആവും. ഇനി നമ്മൾ ഒരു കട്ടിയിലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്ക ഫുള്ളായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് ജസ്റ്റ് സ്ലിറ്റ് ഇട്ടേ ഉള്ളൂ. കാരണം പച്ച കളറാകുമ്പോൾ രണ്ടും കൂടി മിക്സായാൽ നമുക്ക് പാടായിരിക്കും പിന്നെ കഴിക്കുമ്പോൾ. അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തട്ടി കൂട്ടിയിട്ട് ഒരടപ്പ് വെച്ച് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് അടുപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഈവണായി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് നേർത്തരിയുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിനധികം വേവൊന്നുമില്ലല്ലോ. ഇതിനകത്തേക്ക് ഒരു 2-3 വെളുത്തുള്ളീൻ്റെ അല്ലി ഞാൻ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ തേങ്ങയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെഴുക്ക് പുരട്ടിയാണല്ലോ. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ്ട്രാ വെള്ളമെല്ലാം ഒന്ന് എവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്, ആവിയായി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 to 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് നമ്മൾ തൂവി കൊടുക്കണം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കുറച്ച് സമയം അതൊന്ന് കുക്കാവണം. അപ്പോഴാണ് ശരിക്കും ആ മെഴുക്ക് പുരട്ടീൻ്റെ ശരിയായ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്നതൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇനിയൊരു നല്ല കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.